അതായത് ബഹ്റൈനിൽ മിസൈൽ ആക്രമണം ഇറാൻ നടത്തിയെന്ന വാർത്തകൾ പുറത്തുവരുന്നു. ഇന്നലെയാണ് ആക്രമണം ഉണ്ടായത്. UAE ബഹ്റൈൻ സംയുക്ത സേനയ്ക്ക് നേരെയായിരുന്നു ഈ ആക്രമണം. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. 5 UAE സൈനികർക്ക് പരിക്കേറ്റു. മൊറോക്കൻ പൗരനാണ്, മൊറോക്കൻ സ്വദേശിയായ ഒരു കരാറുകാരനാണ് കൊല്ലപ്പെട്ടത് എന്ന് UAE അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തുണ്ടായ ഈ ആക്രമണത്തെ ധിക്കാരപരമായ ആക്രമണമെന്നാണ് UAE പ്രതിരോധ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. മരിച്ച ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് അനുശോചനമടക്കം അറിയിക്കുകയും ചെയ്തു മന്ത്രാലയം. ബഹ്റൈനിലെ UAE സേനാ കേന്ദ്രങ്ങളായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഈ ഇറാന്റെ ലക്ഷ്യം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനിടയിൽ തന്ത്രപ്രധാനമായ ഇത്തരം കേന്ദ്രങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കുകയും കൂടുതൽ ഇന്റർസെപ്റ്ററുകൾ സ്ഥാപിക്കുകയും ചെയ്തു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ UAEയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ. കാരണം ട്രംപ് യുദ്ധം നിർത്തുമെന്ന് പ്രഖ്യാപിച്ചു, പക്ഷേ അത് സംഭവിക്കുന്നില്ല. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കുമ്പോൾ സമാനമായ തിരിച്ചടി ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുമെന്നായിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ്. അതനുസരിച്ചുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുണ്ടാകുന്നു. ബഹ്റൈനിലും UAEയിലുമുള്ള പ്രവാസികൾക്ക് ചില അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കാരണം ഔദ്യോഗികമായി ലഭിക്കുന്ന അറിയിപ്പുകൾ മാത്രം ശ്രദ്ധിക്കണമെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണങ്ങൾ വിശ്വസിക്കരുത് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ജാഗ്രതയിൽ UAE മേഖല പോകുന്നു എന്നുള്ളതും നിർണായകമാണ്. വിനോദ്, തീർച്ചയായും രഞ്ജിത്ത്, നമുക്കിവിടെ ഏറ്റവും പ്രധാനമായി കാണാൻ കഴിയുന്നത് ഇറാന്റെ സൈനിക ശേഷിയെ അമേരിക്കയും ഇസ്രയേലും കുറച്ചു കണ്ടു എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് ഉണ്ടാകുന്നത്. കാരണം വളരെ പെട്ടെന്ന് ഇറാനെ തീർക്കാം, അല്ലെങ്കിൽ ഇറാനെ തച്ചു തകർക്കാം. അവിടുത്തെ പ്രധാന നേതാക്കൾ ആദ്യ ദിവസത്തെ യുദ്ധത്തിൽ തന്നെ കൊല്ലപ്പെടുകയാണ്. ഖമനേയി ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട 6ഓളം നേതാക്കളാണ് ആദ്യ ദിവസത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ ലാരിജാനി ഉൾപ്പെടെയുള്ള നേതാക്കളെ കൊലപ്പെടുത്തുന്നു. ഏതാണ്ട് 1 ഡസനിലധികം പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെടുന്നു. അവിടെയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ചില പിഴവുകൾ സംഭവിക്കുന്നത്. ഇങ്ങനെ കൊല്ലപ്പെടുമ്പോൾ സ്വാഭാവികമായും ഇറാൻ ഒരു പ്രതിരോധത്തിലേക്ക് പോകുമെന്ന് അവർ കരുതി. പക്ഷേ ഡീഗോ ഗാർഷ്യ ആക്രമിച്ചതോടുകൂടി, അതായത് 4000 കിലോമീറ്റർ അകലെയുള്ള അമേരിക്കയുടെയും UKയുടെയും സംയുക്തമായുള്ള സൈനിക താവളമാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള കേന്ദ്രമാണ്. അവിടെ മിസൈൽ പതിപ്പിക്കാൻ ഇറാന് കഴിഞ്ഞു എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ച സംഭവം. അത്രയും വലിയ ഒരു സൈനിക ശക്തിയായിരുന്നു ഇറാൻ എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഒരുപക്ഷെ നേരത്തെയൊക്കെ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ വന്നത് ഇറാൻ്റെ പക്കലുള്ള റഡാർ സംവിധാനമൊക്കെ പഴയ റഷ്യയുടെ കൈവശം, റഷ്യൻ നിർമ്മിതമായ സംവിധാനങ്ങളാണ്. KS പോലുള്ള ചില റഡാർ സംവിധാനങ്ങൾ, അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിരോധം ഇറാന് അധിക ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് ഇറാൻ തകർന്നു വീഴും എന്നൊക്കെയുള്ള ചില വിലയിരുത്തലുകളും അങ്ങനെയുള്ള നിരീക്ഷണങ്ങളുമൊക്കെയാണ് പല കേന്ദ്രങ്ങളിൽ നിന്ന് വന്നത്. പക്ഷേ ഇറാനിൽ വലിയ ആക്രമണം നടക്കുമ്പോഴും ഇസ്രായേലിനെയും അമേരിക്കൻ സേനയും ആക്രമിക്കുന്നതിനോടൊപ്പം തന്നെ UAEയിലും സൗദിയിലും ബഹ്റൈനിലും അടക്കം ഖത്തറിലും ഒമാനിലും കുവൈറ്റിലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ യുദ്ധം നടത്തി എന്നത് മാത്രമല്ല, ആക്രമണം നടത്തി എന്നത് മാത്രമല്ല, അവിടെ നിന്ന് 4000 കിലോമീറ്റർ അകലെയുള്ള സൈനിക കേന്ദ്രത്തിൽ, ഡീഗോ ഗാർഷ്യ പോലുള്ള ഒരു കേന്ദ്രത്തിലേക്ക് മിസൈൽ അയച്ച് ഞെട്ടിച്ചു, ലോകത്തെ ഞെട്ടിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരെ നീളുന്ന ദൂരപരിധിയുള്ള മിസൈലുകൾ ഇറാൻ്റെ പക്കലുണ്ട് എന്ന വിലയിരുത്തലുണ്ടാകുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അവിടുത്തെ സൈനിക കേന്ദ്രങ്ങളെ, US-ന്റെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആയുധ സംവിധാനം ഇറാൻ്റെ പക്കലുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് 5 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ എന്ന ഒരു തന്ത്രപരമായ നീക്കത്തിലേക്ക് അമേരിക്ക മാറിയത്. മാത്രമല്ല, ജെറാൾഡ് ഫോർഡ് എന്ന അവരുടെ ഏറ്റവും വലിയ പടക്കപ്പൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി അമേരിക്ക മാറ്റുകയും ചെയ്തു. പകരം ബോക്സർ എന്ന പേരിലുള്ള മറ്റൊരു പടക്കപ്പലിനെ വിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഒരു സാഹചര്യത്തിൽ 5 ദിവസത്തെ ഈ ഇടവേളയിൽ വളരെ തന്ത്രപരമായി അമേരിക്ക ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.